ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിൻ്റെ പക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സൽ ഇതുവരെ അറിയാത്തവർക്കും ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എക്സലിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കിട്ടണം എന്നുള്ളവർക്കും ഈ വീഡിയോ കാണാം. നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പുതിയ പുതിയ വീഡിയോസ് ഇട്ട് തുടങ്ങും, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മെല്ലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങും. അപ്പോൾ എക്സലിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മുടെ. അപ്പോൾ എക്സൽ തുറന്നാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ലേഔട്ടാണ് കാണാം. ഇതിൽ നമുക്ക് ഹോം, ന്യൂ, ഓപ്പൺ. ഹോം എന്ന് വെച്ചാൽ കറൻ്റിലുള്ള ഹോം ബട്ടണിലാണ്. ന്യൂ അടിച്ചാൽ നമ്മൾ പുതിയൊരു ന്യൂ വർക്ക് ബുക്ക് തുടങ്ങാനുള്ളത് കാണാം. ഇതിൽ തന്നെ കുറേ ടെംപ്ലേറ്റ്സ് കാണാം. നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സിന് ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ ഓപ്പണാണ്. ഓപ്പണിലും നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന എക്സൽ ഫയൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഹോം കൊടുത്ത് നമ്മൾ പുതിയൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സലിൻ്റെ മെയിൻ ഏരിയ. നമ്മൾ എക്സൽ ഒരു പുതിയ വർക്ക് ബുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറയുന്ന സംഭവിച്ചാൽ എക്സൽ ഈ ഏറ്റടിയിൽ വന്നാൽ കണ്ടാൽ നമുക്ക് ഏറ്റവും ബോട്ടമിൽ കാണാം ഷീറ്റ് 1, 2, 3, 4. ഈ ഷീറ്റ് 1, 2, 3, 4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീനെയിം ചെയ്യാം. ഹലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജേണൽസ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ലെഡ്ജർ, അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ജേണൽസ്, ലെഡ്ജർ, ഷീറ്റ് 3, ഷീറ്റ് 4 എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഈ സെറ്റ് ഓഫ് ഷീറ്റിനെ പറയുന്നതാണ് ഈ ഒരു വർക്ക് ബുക്ക് എന്ന്. അപ്പോൾ നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്. ഓക്കെ, നമ്മുടെ ജേണൽസ് അവിടെ കിടക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് എക്സൽ തുറന്നാൽ തന്നെ ഏറ്റവും ഫസ്റ്റ് കാണുന്നത് കുറേ വരകളാണ്. അപ്പോൾ ഈ വരകളിനൊക്കെ ഒരു പേരുണ്ട്. ഈ ഒരു ബോക്സിന് പറയുന്നത് സെല്ല്. ഈ സെല്ല് കിടക്കുന്നത് I10 അപ്പോൾ പിന്നെ ഈ ഇങ്ങനെ കാണുന്നത് ഹൊറിസോണ്ടലായിട്ട് കിടക്കണതാണ് റോസ്, വെർട്ടിക്കലായിട്ട് കിടക്കണതാണ് കോളംസ്. ഇത് ഓർത്തേക്കാൻ ഏറ്റവും വലിയ സിമ്പിൾ ഐഡിയ എന്ന് വെച്ചാൽ റോസ്, ഹൊറിസോണ്ടൽ, അതിൽ റാ വരുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ റോസ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ റാ റോസ്, വെർട്ടിക്കൽ കോളംസ്, ഓക്കെ, വെർട്ടിക്കൽ കോളംസ്. നമ്മളിപ്പോൾ ഉള്ളത് J13. അതിനാണ് ഇതിൽ ഈ ഇവിടെ ഒരു നെയിം ബോക്സ് കാണുന്നില്ലേ, അതിൽ നമുക്ക് അറിയാം J13 നമ്മുടെ ആക്റ്റീവ് സെല്ല് J13 ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ബോട്ടമിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം റെഡിയാണ്, നമ്മുടെ സെല്ല് റെഡിയാണ്. ഇനി എൻ്റർ ചെയ്യാം നമുക്കിപ്പോൾ. ഹലോ, റെഡി ഉണ്ടോ? അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെല്ലിൽ നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റ അടിച്ചിട്ടുണ്ട്, എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ആ സെല്ല് എഡിറ്റ് ചെയ്യണമല്ല, വീണ്ടും സെല്ലിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡാറ്റാസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡി ഈ ഒരു സെല്ലിൽ കാണുന്നത് പോലെ ആവില്ല. ഇപ്പോൾ റെഡിയാണ്, എൻ്റർ എന്നാണ്. പക്ഷേ റെഡി എഡിറ്റാണ്. കാരണം വെച്ചാൽ ആ ഡാറ്റ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി, നമ്മൾ വേറെ ആ സെല്ല് ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ആ സെല്ലിൻ്റെ ഡാറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ നമുക്ക് പുതിയ ഡാറ്റ ആഡ് ചെയ്യണം, പഴയ ഡാറ്റ ഇറേസ് ആയി പോകും. അപ്പോൾ ഹലോ, ഹായ് എഡിറ്റ് ആവില്ല ചെയ്ത് പഴയ ഡാറ്റ ഡിലീറ്റ് ആയി പോയിട്ട് പുതിയ ഡാറ്റ കയറ്റി. അപ്പോൾ നമുക്ക് ഈ സെല്ലിൽ ഡാറ്റ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹായ്, ഹലോ. ഓക്കെ, അത് മനസ്സിലായിരിക്കുന്നു.
പിന്നെ ഈ സെല്ല് നമ്മളിപ്പോൾ ഇതൊരു സെല്ലാണ് എന്നുവെച്ചാൽ B5 എന്ന് പറയുന്നത്. ഈ B5 മുതൽ നമ്മൾ I17 വരെ സെലക്ട് ചെയ്ത ഈ ഒരു ഇതിന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് സെൽസ്. അപ്പോൾ ഞാനിപ്പോൾ C4 മുതൽ I17 വരെ സെലക്ട് ചെയ്യും. ഇതൊരു കളക്ഷൻ ഓഫ് സെല്ലാണ്. ഇതൊരു സെല്ല്, ദിസ് ഈസ് വൺ സെൽ ആൻഡ് ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നിങ്ങൾക്ക് റോസ് എന്താണ്, കോളംസ് എന്താണ്, ഒരു സെൽ എന്താണ് എന്നൊക്കെ മനസ്സിലായിരിക്കുന്നു. എവരി റോസ് ഹാവ് എ നമ്പർ. എവരി റോ ഹാസ് എ നമ്പർ. ഇതൊരു റോ ആണ്. ഈ റോയുടെ നമ്പർ 8 ആണ്. എവരി കോളം ഹാസ് എ ലെറ്റർ. സോ ഇതൊരു സെല്ലാണ്. ഇത് സെറ്റ് ഓഫ് വെർട്ടിക്കൽ സെൽസ് ആണ്. അതിനൊരു അപ്പോൾ സോ ദിസ് ഇസ് സെറ്റ് ഓഫ് കോളംസ്. സോ അതിനൊരു ലെറ്റർ ഉണ്ട്. അതായത് എവരി റോ ഹാസ് എ നമ്പർ, എവരി റോ ഹാസ് എ നമ്പർ, എവരി കോളം ഹാസ് എ ലെറ്റർ ഉണ്ടോ, F. അപ്പോൾ ഈ ഒരു ഓക്കെ അങ്ങനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ എക്സലിൽ ഇതുപോലത്തെ 17 ബില്യൺ സെൽസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻഫിനിറ്റ് നമ്പറായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഉണ്ടാകും 1000, 2000 എത്ര ഇൻഫിനിറ്റ് ബില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിലേക്കും പോവാം. ഓക്കെ, ഞാനധികം പോകുന്നില്ല. എന്നാലും XYZ കഴിഞ്ഞാൽ AB AC അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളവിടെ വെച്ച് നിർത്തുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് ഏരിയക്ക് വരും. അപ്പോൾ ഹായ് ഹലോ ഞാനത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു അടുത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു എക്സലിൻ്റെ ലേഔട്ടിലേക്ക് പോവാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്. ഈ ഒരു ഇതിന് പറയുന്നതാണ് ടാബ്. ഈ ടാബിൻ്റെ ഉള്ളിൽ കുറേ റിബൺസ് ഉണ്ട്. ഇതാണ് റിബൺസ്. ഈ ഒരു ഞാൻ മൗസ് കേഴ്സർ കാണിക്കുന്നില്ലേ, അതാണ് റിബൺസ്. ഈ റിബൺസിൻ്റെ ഉള്ളിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട്. ക്ലിപ്പ് ബോർഡ്, ഫോൺ, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽസ്. ഇതിലേക്കൊക്കെ നമുക്ക് വരും വീഡിയോസിലേക്ക് പോകാം. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഹോം, ഏറ്റവും കൂടുതൽ നേരം നമ്മളുണ്ടാവുക ഹോമിലാവും. അപ്പോൾ ഹോം ഇതൊരു ഹലോ. അപ്പോൾ നമ്മൾ ഹലോ എന്നുള്ള ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിബ്രേറ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏരിയയിൽ കൊടുക്കാം. അപ്പോൾ ഏരിയയിലുണ്ട്, ഇതാണ് നമ്മൾ ഏരിയയിൽ കൊടുത്തു. നമുക്ക് ഈ ഫോണ്ടിൻ്റെ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക, കൂട്ടാം. അങ്ങനെ കുറക്കാം. നമുക്ക് ഇതിലും മാറ്റാം. പക്ഷേ ഐ പ്രിഫർ ചേഞ്ചിങ് ഇൻ ദീസ്. നമുക്കിവിടെ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ഐ പ്രിഫർ യൂസിങ് 10 to a font size between 10 to 12. നമുക്ക് ഈ ഫോണ്ടിന് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. ഈ ഒരു സെല്ലിന് മൊത്തം നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഓൾ ബോർഡേഴ്സ് നമുക്കുണ്ടാകും. അത് കറക്റ്റ് നമുക്ക് ചെറിയൊരു ബോർഡർ പോലെ കാണുന്നില്ലേ, നമുക്ക് തിക്ക് ബോർഡർ കൊടുക്കാം. തിക്ക് ബോർഡർ ഇപ്പോൾ തിക്ക് ബോർഡറായിട്ട് നമുക്ക് കാണാം. നമുക്ക് ബോർഡർ കളയാം. നോ ബോർഡർ. ബോർഡർ പോയി. എല്ലാം നമുക്ക് നോർമൽ പോലെ തന്നെ ആക്കാം. ഈ അണ്ടർലൈൻ തന്നെ നമുക്ക് പലതരം ഡബിൾ അണ്ടർലൈൻ ചെയ്യാം. ഡബിൾ അണ്ടർലൈൻ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ കളയാം. പിന്നെ ഹലോ ഹായ് ഇതിപ്പോൾ ലെഫ്റ്റ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് ലെറ്റേഴ്സ് എല്ലാതും അലൈൻ ചെയ്യുക ലെഫ്റ്റിൽക്കാം. ഹലോ നമ്പേഴ്സ് അലൈൻ ചെയ്യുക റൈറ്റിൽക്കാം. ഉണ്ടോ? ഇപ്പോൾ നമ്പർ അലൈൻ ചെയ്യുക റൈറ്റിലേക്ക്, ഒരു സെല്ലിൻ്റെ റൈറ്റിലേക്ക്. ലെറ്റേഴ്സ് അലൈൻ ചെയ്യുക ലെഫ്റ്റിലേക്കാണ്. ഇത് നമുക്ക് നമ്മുടെ സ്പെസിഫൈ നീഡ്സിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അലൈൻമെൻറ്റ് ഗ്രൂപ്പ് ഉള്ളത്.
അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്ററിൽ, ഇതിപ്പോൾ കുറച്ചുകൂടി ബോട്ടമായിട്ടാണ് ഉണ്ടാവുക, നമുക്കിത് ബോട്ടത്തിലാണുള്ളത്, ഇത് കുറച്ചൊരു സെൻറ്ററായി, ഇത് ടോപ്പായി. ഓക്കെ, ഞാനിത് മാറ്റി. ഓക്കെ, ബൈ ഡിഫോൾട്ട് ബോട്ടത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ അല്ല ഈ സെല്ലുള്ള ഹലോ ഹായ് ഓക്കെ, ഈ സെല്ലുള്ള ഡാറ്റ നമുക്ക് കുറച്ച് ലെഫ്റ്റ് അലൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇതിൽ ചെയ്യാം. സെൻട്രൽ അലൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം, റൈറ്റ് അലൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ നമ്പേഴ്സ് ഓൾവേസ് അലൈൻ ടു ദ റൈറ്റ് സൈഡ് ആൻഡ് ലെറ്റേഴ്സ് ഓൾവേസ് അലൈൻ ടു ദ ലെഫ്റ്റ് സൈഡ്. പക്ഷെ നമ്മുടെ സ്പെസിഫൈ നീഡ്സിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഈ നമ്പർ എനിക്ക് സെൻട്രൽ അലൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ എഡിറ്റ് ഇറ്റ്, സോ ഇറ്റ്സ് സെൻട്രൽ അലൈൻഡ്. ആൻഡ് നമുക്ക് എത്ര ഈ സെല്ലിൽ ആ ഡാറ്റ എവിടെ നമുക്ക് സ്പെസിഫിക്കായി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ നിൽക്കണം എന്നുള്ളത് നമുക്കിത് മാനുവലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിനാണ് ഇൻഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ ലെഫ്റ്റേക്ക് കൊടുക്കാം. ഓക്കെ, ഇതെന്താ ഓക്കെ, ഇത് മാറ്റണം, എന്നിട്ട് ഓക്കെ മാറൂ. ഓക്കെ, നമ്പേഴ്സിൻ്റെ കേസിൽ അത് നടക്കുന്നു തോന്നുന്നില്ല. ഓക്കെ ലൈക്ക് യു ആം ഓൾസോ ലേണർ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, എന്നാലും മിസ്റ്റേക്ക് ഓക്കെ ഇത് ഹൈഡായി. ഓക്കെ ശരിയാ, ഇത് ഓക്കെ അത് ഹൈഡായി പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു റാപ്പ് ടെക്സ്റ്റ് മെർജൻറ്റ് സെൻറ്റർ. മെർജൻറ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ ഹലോ ഒരു മിനിറ്റ്, ഹലോ ഹായ് ഹൗ ആർ യു. ഇതിപ്പോൾ ഈ സെല്ലിൻ്റെ പുറത്തേക്ക് ചാടിപ്പോയി. അപ്പോൾ നമ്മൾ C8 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ഹായ്, നമ്മുടെ B8 സെല്ലിലുള്ള ഡാറ്റാസ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യാം, മാനുവൽ എഡിറ്റ് ചെയ്യാം. നമുക്ക് മാനുവൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്കെ മാനുവൽ എഡിറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് എക്സൽ ഓട്ടോമാറ്റിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ സെല്ലിൻ്റെ അവിടെ പോകുന്നു, ഇങ്ങനെ സെലക്ട് ചെയ്താൽ ആ കോളംസ് എല്ലാം സെലക്ട് ചെയ്യും. ബിയിലുള്ള എല്ലാ കോളംസും സെലക്ട് ചെയ്യും. ബിയും അമർത്തി കഴിഞ്ഞാൽ അതുപോലെ ഡിയിലുള്ള എല്ലാ കോളംസും സെലക്ട് ചെയ്യും. ബിയിൽ പോയിട്ട് ഈ ബിയുടെയും സിയുടെയും മിഡിലിൽ പോയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാണിക്കും. ആദ്യമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഹലോ ഹൗ ആർ യു എന്നുള്ളത് നമ്മുടെ ആ സെല്ലിൻ്റെ ലെങ്ത് കൂടി വരും. ഓക്കെ, അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ടാബ് പറഞ്ഞു, റിബൺസ് പറഞ്ഞു, ഗ്രൂപ്പ് പറഞ്ഞു, ഗ്രൂപ്പിൽ കുറച്ച് ഐറ്റംസ് പറഞ്ഞു. നമ്മളെപ്പോൾ നോക്കി യൂസ് ചെയ്യണതാണ് ഇതെല്ലാം. പിന്നെ ഇതിപ്പോൾ ഒരു നമ്പർ ഞാൻ വെച്ചു 1. സോ ഇതൊരു നമ്പറല്ല, ഇതൊരു നമ്പർ കൊടുക്കാം. നമ്പർ ഇങ്ങനെ വരും. പക്ഷെ നമുക്കിത് ഡെസിമൽ നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഡെസിമൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഏരിയ കീഴിലുള്ള അതമർത്താം, 2 വട്ടം അമർത്താം. ഓക്കെ, ഡെസിമൽസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ. പിന്നെ ഇതിപ്പോൾ 1, ഇതൊരു നമ്പറല്ല, കറൻസി. അപ്പോൾ കറൻസിയുടെ വരും. കറൻസി നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുണ്ട്. ഓക്കെ, ഡോളേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് കറൻസി അല്ല, ബട്ട് ദിസ് ഈസ് അക്കൗണ്ടിങ് ആണെങ്കിലും കറൻസിയാണ് വരിക, കാരണം അക്കൗണ്ടിങ് കറൻസിയിലാണ്. ഓക്കെ, ഇത് ഡേറ്റ് ആക്കാം 1/1/1900. അത് ഡേറ്റ് അല്ല, ഷോർട്ട് ഡേറ്റ് ആണ്. ലോങ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ജനുവരി അങ്ങനെ വരും. മന്ത് സ്പെസിഫൈ ചെയ്യും. ടൈം ആണെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് വരും. പെർസെൻറ്റേജ് ആണെങ്കിൽ 100%. 1 എന്ന് വെച്ചാൽ 100%. 0.1 എന്ന് വന്നാൽ ദാറ്റ് ഈസ് 10%. ഇല്ല സോ ഇതെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, എന്നാലും അത് ദാറ്റ്സ് ഫോർ സം അതർ സ്പെസിഫിക് യൂസസ്. സോ നമ്മളിത് ജനറൽ 0.1 നമ്മളിത്
ജനറൽ കൊടുക്കാം. ഓക്കെ 1. ഇത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, പിന്നെ ഫോർമാറ്റഡ് ടേബിൾസ്, അതെല്ലാം നമുക്ക് വരും വീഡിയോസിൽ പഠിക്കാം. സെൽ സ്റ്റൈൽസ്, ഓക്കെ സെല്ലിൻ്റെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കളർ, അതിപ്പോൾ അതൊക്കെ ടേബിൾ അങ്ങനത്തെ കാര്യങ്ങൾ. സെല്ലിൻ്റെ സ്റ്റൈലാണ്, ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻസേർട്ട് ചെയ്യാം, ഇൻസേർട്ട് ഇതിപ്പോൾ 0.1, ഇപ്പോൾ 0.2 അല്ല 102. നമുക്ക് ഈ ഒരു സെല്ലിൻ്റെ റൈറ്റിലേക്ക് ഒരു സെല്ല് ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് സെൽസ്, ഇൻസേർട്ട് ഷീറ്റ് റോസ്, ഓക്കെ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ റോ, ഓക്കെ ഇൻസേർട്ട് റോസ്, ഓക്കെ റോ, കോളം എവിടെ? ഇൻസേർട്ട് ഷീറ്റ് കോളംസ്, ഓക്കെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതാണ് അങ്ങനെ. ഓക്കെ സോ നമുക്ക് ആ സെൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഇതെന്താണ് ഇത് ഫില്ല് ചെയ്യാം. ഓക്കെ അങ്ങനെ ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് എന്ത് ടേബിൾ ചെയ്യാം, ടേബിള്. പിന്നെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുത്താൽ ഇതിപ്പോൾ നമ്മുടെ ബാക്കിലുള്ള മോഡൽസ് 3D മോഡൽസ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ലൈന്, ചാർട്ട്സ്, പേജ് ലേഔട്ട്, നമ്മുടെ പേജ് എങ്ങനെ വേണമെന്നുള്ളതാക്കാം. ഫോർമുല, ഇതാണ് ഫോർമുല, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഫോർമുലാസ് എക്സലിലെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ 1 2 3 4 5. ഇത് നമുക്ക് മാനുവലായിട്ട് ഇതിൻ്റെ സമ്മു നമുക്ക് ഈ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഇതേതാ ഇ പ്ലസ്, ഓക്കെ +2 +3, ഓക്കെ സോറി, ഓക്കെ നമ്മളിങ്ങനെ എൻ്റർ കൊടുത്താൽ ഇതിൻ്റെ സമ്മ് 15 ആണ്. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15. നമുക്കിത് മാനുവലായിട്ട് ഇതിപ്പോൾ നമ്മൾ ഓരോ സെല്ല് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അതിന് പകരം നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം, ഈക്വൽ ടു സമ്മ് ഓപ്പൺ ബ്രാക്കറ്റ് ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്ത് 15. ഓക്കെ നമ്മളിപ്പോൾ ഇതിലുള്ള ഇത് 2 എന്നുള്ളത് കളഞ്ഞ് ഒരു 5 ആക്കിയാക്കി 18. ഇത് നമ്മൾ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് 8 10 മാറ്റി, അപ്പോൾ 28 വരും, അല്ലെങ്കിൽ 23 വരും. അപ്പോൾ 10 എന്നുള്ളത് 15 ആക്കി 28. ഓക്കെ അങ്ങനെ അതാണ് ഫോർമുലാസിൻ്റെ ഉപകാരം. നമുക്ക് ഫോർമുലാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അങ്ങനെ മാറ്റിക്കൊണ്ടിരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ താങ്ക് യു.